ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിലെ IMEI നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലെ IMEI നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും പ്രശ്നം വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ കളഞ്ഞു പോവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ, പോലീസിലെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IMEI നമ്പർ വേണം. IMEI നമ്പർ ഉപയോഗിച്ച് മിക്കവാറും നമുക്ക് നമ്മുടെ ഫോണിന് എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ IMEI നമ്പർ കണ്ടുപിടിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഡയൽ പാഡ് ഓപ്പൺ ആക്കുക. ഡയൽ പാഡ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക *#06# എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ IMEI നമ്പർ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിൽ ഒരു സിം മാത്രമാണ് ഉള്ളത് എങ്കിൽ ഒരു IMEI നമ്പർ മാത്രമേ കാണുകയുള്ളൂ. അതായത് നിങ്ങളുടെ ഫോണിൽ ഒരു സിം മാത്രം ഇടാൻ പറ്റുന്ന ഒരു ഫോണാണെങ്കിൽ ഒരു IMEI നമ്പർ കാണാൻ സാധിക്കും. അല്ല നിങ്ങളുടെ ഫോണിൽ 2 സിം ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള ഫോണാണ്, ഡുവൽ സിം ടൈപ്പുള്ള ഫോണാണെങ്കിൽ 2 IMEI നമ്പർ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏതൊരു ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയിട്ടും നിങ്ങൾക്ക് IMEI നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. എബോട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് IMEI നമ്പർ കാണാൻ സാധിക്കും. അതായത് അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. അവിടെയും നിങ്ങൾക്ക് IMEI നമ്പർ, ഇവിടെ IMEI ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് IMEI നമ്പർ കാണാൻ സാധിക്കും. അങ്ങനെ ഈ 2 ഓപ്ഷൻ വഴി നിങ്ങളുടെ ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായ വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ.